ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തി, സമാധാനം, ഭഗവത് കൃപ, ആയുരാരോഗ്യവും രോഗശാന്തി എല്ലാ നന്മകളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രസന്ന, ഗീതാ നായർ, നിർമ്മല പവിത്രൻ, നിർമ്മല രമേഷ്, ജഗദമ്മ, വിജി ബിജു, രുക്മിണി മോഹൻ, ലത വിജയകുമാർ, ജയശ്രീ വിജയകുമാർ, സുലോചനാഖിൽ, ജയ അനിൽ, ഓമന മുരളീധരൻ, ജഗദമ്മയുടെ ജഗദമ്മയുടെയൊക്കെ കമൻസ് ഞാൻ ഭഗവാനെ കേൾപ്പിച്ചു. ആരും ഞാൻ കേൾപ്പിക്കുന്നില്ല, കാരണം അങ്ങനെ ഒരു കമൻസാണ്. അതുകൊണ്ട് ഭഗവാനും എനിക്കൊക്കെ ചിരിയാണ് വന്നത്. അത് ജഗദമ്മയ്ക്കറിയാം എന്താണെന്ന്. എന്തായാലും ഭഗവാനെ എല്ലാം നന്നായിരിക്കട്ടെ. അങ്ങനെ ജഗദമ്മയുടെ ആഗ്രഹം അങ്ങനെ അങ്ങനെ ആഗ്രഹം വേണ്ട മക്കളെ. അതൊക്കെ ലോകത്ത് അങ്ങനെയൊക്കെ അത് നല്ല നല്ല മഹാത്മാക്കളുണ്ട് ലോകം അറിയത്തക്കോണം. നമ്മളൊന്നും അല്ല, ചെറുതാണ്, വളരെ വളരെ ചെറുതാണ്. അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, നമുക്കൊന്നും അറിവില്ലല്ലോ. എന്തായാലും ഭഗവാനെ നമുക്ക് എല്ലാവരുടെയും ഭഗവാനിൽ അർപ്പിച്ചു. ഈശ്വരൻ്റെ മക്കളാ ഇത് കമൻസ് ഇല്ലാത്ത എന്നുവെച്ചാൽ തോന്നിയ മക്കളൊന്നും ഇല്ല. എനിക്ക് 4, 3, 5, 10 മക്കൾ മതി. അത്രയൊന്നും അല്ല, അത് കൂടുതലുണ്ട് എല്ലാവർക്കും. കാരണം ഇന്നിപ്പം ഒരുപാടുണ്ടെങ്കിൽ നാളെ കുറയും, അതങ്ങനെയാണ്. എന്നും ഒരുപോലെ അല്ലല്ലോ. ഈ യഥാർത്ഥത്തെ അറിയുന്നവർക്ക് കൃത്യനിഷ്ഠ എപ്പോഴും കാണും. ഇപ്പം ഇന്ന് ജീവിതം വെച്ചാൽ ഈ ലോക ജീവിതത്തിലേക്കൂടെ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴേ കൃത്യനിഷ്ഠയൊക്കെ അങ്ങ് മാറിപ്പോവും. പല കാര്യങ്ങളല്ലേ, എല്ലാവർക്കും ഇപ്പോൾ സ്കൂൾ തുറന്ന സമയമാണ്, എല്ലാവർക്കും സമയം കിട്ടത്തില്ല. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ എന്നും ഒരുപോലെ ആവണമെന്ന് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ തന്നെയൊക്കെ ഇതൊക്കെ തന്നെ ഭഗവാൻ വിചാരിക്കുന്ന ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞാൻ എൻ്റെ ഭഗവാന്റെ കർമ്മം ചെയ്യുന്നു, ഒരു ദാസി, ഇത്രയേ ഉള്ളൂ. നമുക്ക് ഭഗവാന്റെ 3-ാമത്തെ ഇത് ചൊല്ലാം, 3-ാം പാദം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. അന്നേരം ഭക്ത്യാ വന്ദിച്ചിരുത്തിനാൻ നന്നായി വിഷ്ണുരാധൻ ബ്രഹ്മരാധനെ, ജന്മസാഫല്യം എന്തെന്നറിവാനായി നന്മ ചോദിച്ചാൻ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഇവിടെ ഇതായത് രാജാവായ പരീക്ഷിത് മഹാരാജാവ് സർവ്വതും ത്യജിച്ചു. രാജ്യവും എല്ലാം മകനെ ഏൽപ്പിച്ചിട്ട് എല്ലാം ത്യജിച്ചിട്ട് അദ്ദേഹം തപസ്സിനായിട്ട് ഗംഗാതീരത്ത് പോയി. അപ്പോൾ അവിടെ മഹാത്മാക്കളും വന്നു ചേർന്നു. പിന്നെ ആരാ വന്ന ഉപദേശങ്ങളെല്ലാം കൊടുക്കും? ശ്രീശുക മഹാമുനി, പരമാത്മാവ് അവിടേക്ക് അയക്കുന്നതാ. ഒരു ഭക്തനെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ എല്ലാം കാത്തുകൊള്ളും. അവിടെ എല്ലാവരോടും ഒത്ത് ചേർന്ന് അപ്പോഴാണ് ഇത് അന്നേരം ഭക്തിയ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് അങ്ങനെ ആയിരുന്നല്ലോ, 2-ാം പാദത്തിൽ. അപ്പോഴെന്താ പറഞ്ഞേ? പരീക്ഷിത് മഹാരാജാവ് ശ്രീശുക മഹാമുനി എത്തിയപ്പോൾ പരീക്ഷിത് രാജാവ് ശ്രീശുക മഹാമുനിയടുത്ത് വന്ദിച്ചിരുത്തി. അവിടെ ശുഖമഹാമുനി എത്തിയല്ലോ, നന്നായി വന്ദിച്ചിട്ട് നന്നായി സ്തുതിച്ച് ഇരുത്തിയ ശേഷം ജന്മസാഫല്യം നേടുന്നതിനുള്ള മാർഗത്തെക്കുറിച്ച് മുനിയോട് ചോദിച്ചു പരീക്ഷിത് രാജാവ്. കാരണം 7 ദിവസം കൂടെ അല്ലേ ഒരു ശാപം കിട്ടിയില്ലേ, യാതൊരു വിഷമമല്ല, ഭഗവാൻ ചേരുക എന്നുള്ള ഒരൊറ്റ താല്പര്യം. അതുകൊണ്ട് പരീക്ഷിത് മഹാരാജാവ് നോക്കിയപ്പം ഭഗവാൻ അവിടേക്ക് ആളിനെ വിട്ടേക്കുന്നു. നമുക്കങ്ങനെയാണ്, നമുക്ക് ഒറ്റയ്ക്കല്ല എപ്പോഴും ചിന്തിക്കണം മക്കളെ. നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കാവില്ല. ഈശ്വരനെ അറിയാനായിട്ട് അതിൻ്റെ വേണ്ടുന്ന സജ്ജീകരണം എടുക്കുമ്പോൾ അതിന് വേണ്ടുന്ന ആളുകളെ അവിടെ ദൈവം ഒപ്പിച്ചു വയ്ക്കും. ഒരു പരമഗുരുവിനെ വിടും. ഇവിടെ ശ്രീശുക മഹാമുനി അവിടെ എത്തി. അദ്ദേഹത്തിന് വേണ്ടുന്നതെല്ലാം കൊടുക്കാൻ, ഉപദേശങ്ങൾ കൊടുക്കാൻ അദ്ദേഹം ചോദിച്ചു. വന്ദിച്ച് മഹാമുനിയെ ഇരുത്തിയതിന് ശേഷം എന്താണ് ജന്മസാഫല്യം, അത് നമ്മൾ ജനിച്ചതിന് സാഫല്യം വേണമല്ലോ, ഒരു ഫലം വേണ്ടേ, അതിന് എന്താ നേടേണ്ടത്, എന്ത് മാർഗത്തെക്കുറിച്ചാണ് അത് ചോദിച്ചു, എന്താ വേണ്ടതെന്ന് മഹാമുനിയോട് ചോദിച്ചു. അപ്പോഴേ ആദിത്യനുദയേ തിമിരം പോലെ, ആദിത്യൻ ഉദിക്കുമ്പോൾ തിമിരം എങ്ങനെ തിമിരം വെച്ചാൽ ഇരുട്ടാണ്. നേരം 6 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ നേരം സൂര്യൻ ഇങ്ങോട്ട് വെട്ടത്തോട്ട് വരുമ്പോൾ ഇരുട്ടങ്ങ് മാറും, തിമിരം അങ്ങ് പോകും. അതുപോലെ ആദിത്യനുദയേ തിമിരം പോലെ ദൂരെ നീങ്ങുന്നു മോഹം നമുക്കിപ്പോൾ,
എന്താണ് ദൂരെ മോഹം നീങ്ങാൻ കാരണം? ആദൂരാണ അനുഗ്രഹം നിങ്ങളാൽ താനേ കൈവരും കൃഷ്ണ ഹരേ ജയ. അതായത് ഈ മഹാത്മാക്കളെ കണ്ടപ്പോൾ അത്രമാത്രം കൃപയോടുകൂടിയ മഹാത്മാക്കളാണ് അവിടെ. ആതുരാണ് ദുഃഖിക്കുന്നവർക്ക്. അപ്പോൾ എന്ത് വരുന്നത്? സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ട് നീങ്ങുന്നത് എങ്ങനെയാ? അതുപോലെയാണ് ഇവിടെ മഹർഷിമാരായ ഇവരെല്ലാം കണ്ടപ്പോൾ ഈ പരീക്ഷിത് മഹാരാജാവ് മഹർഷിമാരെയും ശ്രീശുഖ മഹാമുനിയെ കണ്ടപ്പോൾ അവർ സൂര്യന് തുല്യമാണ്. അവരുടെ നോട്ടത്തിലും അവരുടെ സ്നേഹം അങ്ങനെയാണ്. അവരുടെ നോട്ടം കൊണ്ടും അവരുടെ വാക്കുകളെല്ലാം മഹർഷിമാരല്ലേ. അതിൽ കൂടെ എന്ത് വന്നു? അവിടെ അദ്ദേഹത്തിൻ്റെ ഉള്ളത്തിലെ ഇരുട്ടിനെ നീക്കി. ആദിത്യന് ഉദിക്കുമ്പോൾ ഇരുട്ട് നമ്മൾ പ്രപഞ്ചത്തിലെ ഈ ലോകത്തിലെ ഇരുട്ട് നീങ്ങുന്നത് പോലെ മഹർഷിമാരെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളം പ്രകാശിച്ചു. മോഹങ്ങളെല്ലാം കാമക്രോധാദികളൊക്കെ എല്ലാം പോയി, അഴുക്കളെല്ലാം പോയിട്ട് അയാളങ്ങ് തെളിയുന്നതാണ്. പിന്നെ ഈ സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ട് നീങ്ങുന്നത് പോലെ മഹർഷിമാരായ നിങ്ങളെ കണ്ടതിനാൽ എൻ്റെ മോഹങ്ങളെല്ലാം നീങ്ങുന്നു. ദുഃഖിതർക്ക് നിങ്ങൾ മുഖേനയാണല്ലോ അനുഗ്രഹം സിദ്ധിക്കുന്നത്, വേദനിക്കുന്നവർക്ക്. അപ്പം മഹാരാജാവിന് ഈ പരീക്ഷത്തിന് അല്പം ദുഃഖം ഇല്ലാണ്ടോ? കാരണം എല്ലാം ത്യജിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് കാരണം? അതൊരു നിമിത്തമാണ് അദ്ദേഹത്തിന് ഇത് പറഞ്ഞേക്കുന്ന മോക്ഷം. അതുകൊണ്ട് ഇവിടെ ദുഃഖിച്ചാണ് അദ്ദേഹം എല്ലാം ത്യജിച്ചിട്ട് ഗംഗാതീരത്ത് ധ്യാനത്തിൽ തപസ്സിന് വേണ്ടി പോയത്. അപ്പോൾ ദുഃഖിക്കുന്നവർക്ക് ആരെ കാണുമ്പോഴാണ് അനുഗ്രഹം കിട്ടുന്നേ? മഹർഷിമാരായ ഈശ്വരന് തുല്യക്കാരാണ് അവർ. നേരിട്ട് ഈശ്വരൻ വരത്തില്ല. ഈ നേരിട്ട് വരുന്ന ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ കൂടെയാണ് ഭഗവാൻ വരുന്നത്. ശ്രീശുഖ മഹാമുനിയിൽ കൂടിയും മഹാത്മാക്കളായ മറ്റു മഹർഷിമാരിൽ കൂടിയും അവിടെ അദ്ദേഹത്തിനെ പാലിക്കാൻ, പോറ്റാൻ, രക്ഷിക്കാൻ വേണ്ടി എല്ലാ ഗുണങ്ങളും ഉപദേശങ്ങളും കൊടുക്കാൻ വേണ്ടി ഭഗവാൻ അവിടേക്ക് ആളിനെ വിട്ടു. അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു, ഈ മഹർഷിമാരെ കണ്ടതിനാൽ എൻ്റെ മോഹങ്ങളെല്ലാം നീങ്ങുന്നു. ദുഃഖിക്കുന്നവർക്ക് അവിടുന്ന് മഹാത്മാക്കൾ മുഖേനയാണല്ലോ അനുഗ്രഹം സിദ്ധിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇന്നെനിക്കു വിശേഷിച്ചു വേണ്ടത് വന്നു കാരുണ്യത്തോടെ ഭവാന്മാരെ ഒന്നു ചൊല്ലേണം എന്തു പുരുഷനു നല്ലതേറ്റവും കൃഷ്ണ ഹരേ ജയ. എന്താ ഒരു പുരുഷന് വേണ്ടത്? നമുക്ക് എവിടെ എന്ത് ചെയ്താലാണ് നമുക്ക് സാഫല്യം കിട്ടുന്നത്? അത് കാരുണ്യത്തോടെ ഭവാന്മാരെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ എന്താ പറയുന്നത്. ഇന്ന് എനിക്ക് ആവശ്യം സിദ്ധിക്കേണ്ട അനുഗ്രഹം നിങ്ങളുടെ സാന്നിധ്യത്താൽ ലഭിച്ചു കഴിഞ്ഞു. കാരണം അവരെ കണ്ടപ്പോഴേ എൻ്റെ മോഹങ്ങളെല്ലാം മാറി. ഇന്നെനിക്ക് അവശ്യം സിദ്ധിക്കേണ്ട അനുഗ്രഹം നിങ്ങളുടെ സാന്നിധ്യത്താൽ ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഭഗവാൻ അവിടേക്ക് വിട്ടത് അദ്ദേഹത്തിന് അനുഗ്രഹം കൊടുക്കാൻ വേണ്ടിയാണ്. നമുക്കും അങ്ങേയറ്റം ഒരു മുട്ട് വരുമ്പോൾ മഹാത്മാക്കളെ നമ്മുടെ മുമ്പിലും പരമാത്മാവ് വിടും. നമുക്ക് അതിൽ കൂടി ഒരു നോട്ടത്തിൽ കൂടി ഒരു വാക്കിൽ കൂടി നമുക്കും ആ വിഷമങ്ങളും വേദനകളും മാറാൻ വേണ്ടിയാണ്. ഇത് അന്നേ ഉള്ളതാ. അപ്പോൾ അങ്ങനെ ലഭിച്ചു കഴിഞ്ഞു. മനുഷ്യന് ഏറ്റവും നല്ലത് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണം. എനിക്ക് എൻ്റെ വിഷമങ്ങൾ, എന്നെ ദുഃഖിക്കുന്നവർക്ക് അവിടുന്ന് ഈ മഹാത്മാക്കൾ മുഖാന്തരം നമുക്ക് വിഷമങ്ങളെല്ലാം മാറുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങയുടെ സാന്നിധ്യത്താൽ അനുഗ്രഹം അവിടുന്ന് ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ എനിക്ക് ഒരു മനുഷ്യന് ഏറ്റവും നല്ലത് എന്താണെന്നും കൂടി എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ഈ വണ്ണം അറിയിച്ചോരു ഭൂപൻ്റെ, അത് രാജാവിൻ്റെ, ഇങ്ങനെല്ലാം രാജാവ് ചോദിച്ച് ഈ വണ്ണം എല്ലാം അറിയിച്ച് എനിക്ക് എന്താ വേണ്ടത് അതെനിക്ക് ഉപദേശിച്ച് തരണം. ഈ വണ്ണം അറിയിച്ചോരു ഭൂപൻ്റെ ഭാവം കണ്ടരുൾ ചെയ്തു മുനിജനം. ഈ വണ്ണമുള്ളോരുദ്യോഗം ആത്മാവിൽ കൈവിടാ മോക്ഷം കൃഷ്ണ ഹരേ ജയ. അപ്പോൾ ഈ വണ്ണം ഇത്രയെല്ലാം ഈ രാജാവ് അറിയിച്ചപ്പോൾ ഈ രാജാവിൻ്റെ ഭാവമെല്ലാം കണ്ട് ഇങ്ങനെ അപേക്ഷിച്ച പരീക്ഷിത്ത് രാജാവിൻ്റെ ഇംഗിതം മനസ്സിലാക്കി. സാധാരണ 7 ദിവസം വരെയൊക്കെ ഇങ്ങനെ ശാപം വന്ന പരിഭ്രമവും വെപ്രാളവും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. ഇവിടെ ഇതൊന്നുമില്ല. അദ്ദേഹത്തിന് പോകേണ്ട വഴി എന്താണ്? ഒരു മനുഷ്യന് സാഫല്യം എന്ത് ജനിച്ചാൽ എന്തിനു വേണ്ടി ജനിക്കുന്നു, നമുക്ക് എന്താണ് കൊണ്ടുപോകാനുള്ളത്, എനിക്ക് അതിനെല്ലാം അനുഗ്രഹിച്ച് എനിക്ക് അറിയണം, എനിക്ക് പറഞ്ഞു തരണം. ഇങ്ങനെ അപേക്ഷിച്ച പരീക്ഷിത് മഹാരാജാവിനെ ഇംഗിതം ഇഷ്ടം മനസ്സിലാക്കിയ മുനിമാർ ഈ വിധം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ വണ്ണ ആത്മോ ഉത്കർഷത്തിൽ, അത്രമാത്രം ആത്മാവിൽ തീഷ്ണത കിട്ടണമുള്ള ആ ഉത്കർഷത്തിൽ തൽപരനായി ഈശ്വരനെ സാക്ഷാത്കാരം നേടാനുള്ള വെപ്രാളം, ആ ആഗ്രഹം, ഇംഗിതം ഇത് മനസ്സിലാക്കി ഇതിൽ തൽപരനാണ്. താല്പര്യമുള്ളവർക്കേ ഒരു ഗുരു കൊടുക്കൂ. താല്പര്യമില്ലാത്തവർക്കൊന്നും കൊടുത്തിട്ട് കാര്യമില്ല, വെറുതെ വായലയ്ക്കാവുന്നേ ഉള്ളൂ. ഒരു ഗുരു മനസ്സിലാകും ഇവിടെ രാജാവിന് താല്പര്യം ഉണ്ടായി, അറിഞ്ഞേ പറ്റൂ, എനിക്ക് കിട്ടിയേ പറ്റൂ. ഈ മഹാത്മാക്കളെ കണ്ടപ്പോഴെ തന്നെ
ഉള്ളിലുള്ള എല്ലാ വേണ്ടാത്ത എന്താ കാമക്രോധ ആഗ്രഹങ്ങളെല്ലാം മോഹങ്ങളെല്ലാം കളഞ്ഞു, നീങ്ങിപ്പോയി. ഇനി വേണ്ടതുടങ്ങ് കൊടുത്താൽ മതി. ഉള്ളം വൃത്തിയായി. ഇവരെ കണ്ടപ്പോഴേ സൂര്യൻ ഉദിച്ച് തിമിരം പോണത് പോലെ ഉള്ളത്തിൽ മഹർഷിമാരെ കണ്ടപ്പോൾ തന്നെ പ്രകാശമായി. എന്നുവെച്ചാൽ അഴുക്കെല്ലാം പോയി. ഇനി എനിക്ക് ആ ഉള്ളത്തിലേക്ക് ഇറങ്ങി ചെല്ലണം. അവിടുത്തെ ഉപദേശങ്ങൾ തന്നാൽ മതി. എന്താണ് എനിക്ക് വേണ്ടത് അതെനിക്ക് തരണം. ഈ താല്പര്യം രാജാവിനുണ്ടെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് രാജാവിന് മോക്ഷം സിദ്ധിക്കുക തന്നെ ചെയ്യും എന്നാണ് അതിൽ പറഞ്ഞത്. ഇത്രയും താല്പര്യം. അപ്പം താല്പര്യം വേണം. നമുക്ക് താല്പര്യവും ആർത്തിയും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഗുരു തന്നാലും നമ്മളിലേക്ക് അത് നമ്മുടെ ഉള്ളത്തിൽ ഇരിക്കത്തുള്ളൂ. ആ ആഗ്രഹം അത്രത്തോളം ഉണ്ടെങ്കിൽ മാത്രം ഇത് തുനിയാവൂ. ഇല്ലെങ്കിൽ എന്തുവരും, വെറുതെ മഹർഷിമാർ വായലച്ച് അവരൊക്കെ ഉപദേശം കൊടുക്കാമെന്നേ ഉള്ളൂ. അത് മഹർഷിമാർക്ക് അറിയാൻ കാണുമ്പോൾ. അപ്പം മനസ്സിലാക്കി ഈ മഹാരാജാവ് ഇത് താല്പര്യക്കാരനാണ്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഉത്തമനിവൻ വിഷ്ണു ഭക്തൻ തുലോ ശുദ്ധചിത്തൻ വിരക്തൻ വിഷയത്തിൽ എത്തും ഇന്നു പരബ്രഹ്മ സായുജ്യം പാർത്തിരിക്ക നാം കൃഷ്ണ ഹരേ ജയ. ഉത്തമനാണ് ഇദ്ദേഹം. ഇങ്ങനെയെല്ലാം ചോദിച്ച മഹർഷിമാർക്ക് മനസ്സിലായി എന്താ, ഉത്തമനായ ഈ രാജാവ് വിഷ്ണു ഭക്തനുമാണ്, ഏറ്റവും ശുദ്ധ മനസ്സോടുകൂടിയവനുമാണ്, എന്നാലോ വിഷയ വൈരാഗ്യം സിദ്ധിച്ചവനുമാണ്. എന്താണ് വിഷയവൈരാഗ്യം? ഈ ലോകചിന്തകൾ. കാരണം രാജ്യം ഉപേക്ഷിച്ചു, മകനെ എല്ലാം ഏൽപ്പിച്ചു, എല്ലാം വീടും അതായത് രാജധാനിയും പ്രജകളെയും മക്കളെയും ഭാര്യയും എല്ലാം ത്യജിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ഈശ്വര സാക്ഷാത്കാരം നേടാൻ വേണ്ടി അദ്ദേഹം പോയത്. അപ്പോൾ മനസ്സിലായി ഈ ഇത് ഉത്തമനായ ഒരു രാജാവും പോരെങ്കിലോ വിഷ്ണു ഭക്തനാണ്. ഉത്തമനിവൻ വിഷ്ണു ഭക്തൻ തുലോ ശുദ്ധ ചിത്തനും. അതായത് ചിത്തം മനസ്സ് അത്രത്തോളം വെടുപ്പാണ്, ശുദ്ധനാണ്, ഹൃദയശുദ്ധി ഉള്ളവനാണ്. അതോ വിഷയത്തിൽ വൈരാഗ്യമുണ്ട്. അതാണ് മക്കളെ പറയുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വേണ്ടാന്ന് വയ്ക്കണം. ബീഡി കൂടി സിഗരറ്റ് കൂടി മദ്യപാനം ഇതൊക്കെയുള്ള പുരുഷന്മാരും ചിന്തിക്കണം, ഇതൊക്കെ എനിക്കിനി വേണ്ട, എനിക്ക് ഭഗവാനെ മതി. അങ്ങനെ ഒരു വൈരാഗ്യം. ഇതാണ് വൈരാഗ്യം. ഒരു ഭക്തന് വൈരാഗ്യം എന്താണ്? ആരും കൊല്ലാനുള്ള വൈരാഗ്യമല്ല. ഇത് ഞാൻ ഉപേക്ഷിച്ചു, എനിക്കിനി വേണ്ട, ത്യജിച്ചു കളഞ്ഞു. ഇനി എനിക്ക് ഭഗവാൻ തന്നെ ആശ്രയം. ഭഗവാനെ നേടിയല്ലാതെ ഞാൻ അടങ്ങുകയില്ല. ഞാൻ ഈ മാംസം വേദനിപ്പിച്ച് അറുത്ത് കൊല്ലുന്ന മൃഗങ്ങളുടെ മാംസം ഞാൻ ഭക്ഷിക്കത്തില്ല. എത്ര വായ്ക്ക് രുചിയുണ്ടെങ്കിലും അത് അത്രമാത്രം അറപ്പ് പിടിക്കണം. അത് അങ്ങനെയുള്ള ഒരു ദ്രോഹിച്ച് കൊല്ലുന്ന ഒരു വേദനിക്കുന്ന ഒരു മാംസം ഭക്ഷിച്ചാൽ ആ വേദന നമ്മുടെ ഹൃദയത്തെ താങ്ങാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കുമ്പോൾ ആ മൃഗം അനുഭവിച്ച വേദന, വിഷമം കൊല്ലുന്നതിന് മുമ്പേ എത്രമാത്രം അത് നിലവിളിച്ചിട്ടുണ്ട് ഉള്ളം കൊണ്ട്. അതിന് പറയാനറിയോ? കണ്ണുനീർ ഒഴുകിയിട്ടുണ്ട്. ആ വേദന നമ്മുടെ ഹൃദയത്തിൽ നിന്നാൽ നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നും? ഉള്ളിലിട്ടുകൊണ്ട്. അപ്പോൾ മക്കളെ നിങ്ങൾ ചിന്തിച്ചോണം, വേണ്ട ഇങ്ങനെയുള്ളതെല്ലാം ത്യജിക്കുക. വൈരാഗ്യം, ഞാനിനി അത് ഭക്ഷിക്കത്തില്ല. ആ ഒരു വൈരാഗ്യം. ഞാൻ മദ്യം കുടിക്കില്ല, ഞാൻ സിഗരറ്റ് വലിക്കത്തില്ല, ഞാൻ ബീഡി വലിക്കത്തില്ല, ഞാൻ നല്ല ഒരു നീതിമാനെ തന്നെ, എനിക്കെൻ്റെ ഭഗവാനെ മാത്രം മതി, എനിക്ക് അതിൽ കവിഞ്ഞൊന്നും വേണ്ട. ഇതാണ് വൈരാഗ്യം. അല്ലാതെ നമ്മൾ ആരെയും കൊല്ലുക എന്നുള്ളതല്ല ഈ സന്യാസിമാരുടെ വൈരാഗ്യം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുക എന്നതാണ്. അതൊരു വൈരാഗ്യം തന്നെയാവണം. അതുകൊണ്ട് ഇവിടെ എന്ത് പറയുന്നു? ഇദ്ദേഹം വിഷ്ണു ഭക്തനാണെന്ന് മനസ്സിലായി മഹർഷിക്ക്. ഏറ്റവും ശുദ്ധ മനസ്സോടു കൂടിയവനാണ്. അപ്പോൾ ശുദ്ധ മനസ്സും ഉള്ള ഒരു മനുഷ്യന് മാത്രമേ ഈശ്വരകൃപ കിട്ടത്തുള്ളൂ. വിഷയങ്ങളിൽ വൈരാഗ്യം, എല്ലാം വിഷയങ്ങൾ, ഭാര്യ വേണ്ട, മക്കൾ വേണ്ട, രാജ്യം വേണ്ട, രാജധാനി വേണ്ട, എല്ലാം ഉപേക്ഷിച്ച്, അതാണ് വൈരാഗ്യം. ഇങ്ങനെ സിദ്ധിച്ചവനാണ് ഈ രാജാവ്. ഇവന് ബ്രഹ്മസായുജ്യം ലഭിക്കുക തന്നെ ചെയ്യും. നമുക്ക് കാത്തിരിക്കാം എന്നിവിടെ പറഞ്ഞു. ഇത്രയും ഗുണങ്ങൾ, ഇത്രയും ഗുണം മതി. വിഷയത്തിൽ വൈരാഗ്യം, ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറഞ്ഞാൽ വൈരാഗ്യം. എനിക്ക് കഴിക്കേണ്ടത് വേണ്ട, നോക്കേണ്ടത് നോക്കണ്ട, ഇന്ദ്രിയങ്ങളുടെ അടക്കം. അപ്പം അത് ആ വിഷയത്തിൽ വൈരാഗ്യം വന്നാൽ വിഷയങ്ങളാണല്ലോ നമ്മുടെ നേത്രേ കണ്ണുകൊണ്ടും ചെവി കൊണ്ടും ഇതെല്ലാം ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനമാണല്ലോ. അതെല്ലാം അടക്കി എല്ലാത്തിനും വൈരാഗ്യം വന്നു. അപ്പോൾ ഈ മഹർഷിമാർക്കറിയാം ഇനി ഇതാണ് പരമശുദ്ധനാണ്. എല്ലാം മോഹങ്ങൾ മാറി, ഭഗവാന്റെ ഭക്തനുമായി.
അത്രത്തോളം സ്നേഹമായി ഭക്തനായി. ഈ കാര്യങ്ങൾ ഇത്രയും മതി ഒരു ഭക്തനാവാൻ, ഒരു സന്യാസി മോക്ഷം ലഭിക്കാൻ. ഈ അറിവും കൂടെ കിട്ടിയാൽ മതി. അപ്പോൾ കൊടുക്കാൻ പാത്രം നല്ലതാണെന്ന് മനസ്സിലായി. ഈ മഹർഷിമാർക്ക് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ പാത്രം വിശുദ്ധമാണ്, എന്തും കൊടുത്താൽ പിരിയത്തില്ല, അതിൽ പാലൊഴിക്കാം, അമൃതൊഴിക്കാം, അത് വാങ്ങിക്കൊള്ളും, അത് മനസ്സിലാക്കിക്കൊള്ളും, അത് ഉള്ളത്തിലിരിക്കും, പ്രവർത്തിക്കും, മോക്ഷത്തിലേക്ക് കടക്കാം, കാത്തിരിക്കാം. ഉത്തമനായ ഈ രാജാവ് വിഷ്ണു ഭക്തനും ഏറ്റവും ശുദ്ധ മനസ്സോടു കൂടിയവനും വിഷയവൈരാഗ്യം സിദ്ധിച്ചവനുമാണ്. ഇവനെ ബ്രഹ്മസായുജ്യം ലഭിക്കുക തന്നെ ചെയ്യും. നമുക്ക് കാത്തിരിക്കാം. അതാണ് നീ പറഞ്ഞത്. ഊനംബര പരിജ്ഞാനവാരിധി മാനിച്ചാന്ദ്രപനോടരുളി ശുകൻ, ജ്ഞാനിമാരാം മുനിമാരിൽ അഗ്രണി ജ്ഞാനമെത്രയും കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. സമ്പൂർണ്ണ ജ്ഞാനിയും അതാണ് ഊനം വാര പരിജ്ഞാന വാരിധി. സമുദ്രം പോലെയാണ് ഈ ജ്ഞാനം, സമ്പൂർണമാണ് അദ്ദേഹത്തിന് ജ്ഞാനം. മഹർഷിമാരിൽ മുമ്പനുമായ ശ്രീശുകൻ അപ്പോൾ സമ്പൂർണ്ണ ജ്ഞാനിയും, അതായത് വേദവ്യാസ മഹാമുനിയുടെ മകന ശിഷ്യനുമായ ഈ മഹർഷിമാരെ വെച്ച് മുമ്പനാണ്, ഒന്നാമത്തെ ആളാണ്. സമ്പൂർണമായിരിക്കുന്ന ആ അറിവും ജ്ഞാനവും മഹർഷിമാരിൽ വെച്ച് മുമ്പനുമായ ശ്രീശുകൻ അപ്പം എന്ത് പരീക്ഷിത്ത് രാജാവിൻ്റെ ആഗ്രഹത്തെ മാനിച്ച്. കാരണം എന്താ, വൈരാഗ്യമുണ്ട്, ശുദ്ധ മനസ്സുണ്ട്, പിന്നെ എല്ലാം ത്യജിച്ചു. അപ്പം മനസ്സിലാക്കി താല്പര്യം അങ്ങേറ്റമുണ്ട്, ഇതെല്ലാം ഒരു വിഷ്ണു ഭക്തനുമാണ്, പിന്നെന്താ പാട്, ഇതത്ര കിട്ടിയവന് എല്ലാം കൊണ്ടും ഇത് ഉപദേശിച്ച് കൊടുക്കാമെന്നുള്ള നല്ല വെടുപ്പായ പാത്രമാണ്, എല്ലാം കൊണ്ടും യോഗ്യനാണെന്ന് മനസ്സിലായി. അത്രത്തോളം സമ്പൂർണ്ണ ജ്ഞാനിയായിരിക്കുന്ന ഈ എന്താ പറയുക ശ്രീശുക മഹാമുനി, അതായത് മഹർഷിമാരിൽ വെച്ച് ഒന്നാമനായ മുമ്പനായ ഈ ശ്രീശുകൻ പരീക്ഷിത് രാജാവിൻ്റെ ആഗ്രഹത്തെ മാനിച്ചിട്ട് എല്ലാ അറിവും അദ്ദേഹത്തിന് ഉപദേശിച്ചു. ഒന്നും മാറ്റി വെച്ചില്ല. എന്താ കാരണം, ഉത്തമനായ ശിഷ്യനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇത്രയും കാര്യങ്ങളെല്ലാം അയാൾക്ക് മുന്നോടിയായി ഉണ്ട്. പിന്നെ എന്തിനാ പ്രയാസം കൊടുക്കാൻ? ശുദ്ധചിത്തനാണ്, അത് മനസ്സ് അത്രമാത്രം വെടുപ്പാണ്, ഹൃദയശുദ്ധി. പിന്നെ എല്ലാത്തിൽ നിന്നും വിരമിച്ചു, ഇന്ദ്രിയങ്ങളെല്ലാം അടക്കുന്ന ഒരു മനുഷ്യനെ എന്തെങ്കിലും പാടുണ്ടോ? കൊടുത്താൽ അവിടെ ഇരിക്കും, ഉപദേശം കൊടുത്താൽ അവിടെ ഇരിക്കും. അതുകൊണ്ട് മാനിച്ച് അദ്ദേഹത്തിനെ ഭക്തിയും എല്ലാം കണ്ട് മാനിച്ചിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്, സമ്പൂർണ്ണ ജ്ഞാനിയായ ഒരു മഹർഷിയുടെ സമ്പൂർണ്ണ ജ്ഞാനവും അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്താ കാരണം, അത്രമാത്രം അർഹിക്കുന്നു അദ്ദേഹം. അതുകൊണ്ട് സമ്പൂർണ്ണ ജ്ഞാനിയും മഹർഷന്മാരിൽ വെച്ച് മുമ്പനുമായ ഈ മഹാമുനി ശ്രീശുകൻ പരീക്ഷിത് രാജാവിൻ്റെ ആഗ്രഹത്തെ മാനിച്ചിട്ട് എല്ലാ അറിവും അദ്ദേഹത്തിന് ഉപദേശിച്ചു. എല്ലാ അറിവും എന്ന് പറഞ്ഞാൽ സർവജ്ഞനാണ്, എല്ലാം കൊടുക്കാനുള്ള എല്ലാം അദ്ദേഹത്തിൻ്റെ ഉണ്ട്. അതായത് അദ്ദേഹം മഹർഷിമാരിൽ വെച്ച് മുമ്പനാണ്, അദ്ദേഹം സമ്പൂർണ്ണ ജ്ഞാനിയാണ്, ഒന്നിനും ഒരു കുറവില്ല. സമ്പൂർണ്ണ വെച്ചാൽ പൂർണ്ണത നേടിയ ആളാണ്, അറിവിൻ്റെ നിറകുടമാണ്. അതുകൊണ്ട് ഇദ്ദേഹം എല്ലാം അറിവും അദ്ദേഹത്തിന് കൊടുത്തു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. എല്ലാ മക്കളും ഇത് മനസ്സിലാക്കണം, ഇത് അറിയണം. അറിയുമ്പം ഇതുപോലുള്ള ഹൃദയമാകുക, ഭക്തി വർദ്ധിക്കുക, എല്ലാ ജ്ഞാനവും നേടുക. നന്നായി മനസ്സിലാക്കണം. ഉള്ളിലുള്ള മോഹങ്ങളായിരിക്കുന്ന ഇരുളുകളെല്ലാം പോയി ശുദ്ധ ഹൃദയം, അതായത് എടുപ്പാക്കണം, പ്രകാശിക്കണം. ഇതെല്ലാം എന്നാലേ ഉള്ളിലേക്ക് ഇറങ്ങൂ, പിരിഞ്ഞു പോകത്തില്ല. നല്ല പാത്രത്തിൽ പാലൊഴിക്കുന്നത് പോലെ നല്ല ശുദ്ധമായ ഹൃദയത്തിൽ അമൃതാകുന്ന ആ പരമജ്ഞാന അമൃതം, ഈ ജ്ഞാനങ്ങളെല്ലാം അവിടേക്ക് ആ ഉപദേശം കിട്ടുമ്പോൾ അതെല്ലാം നന്നായി അമൃതം സേവിക്കാൻ പറ്റും. ആ അമൃതം നമ്മൾ പാനം ചെയ്യണം. അപ്പോൾ നമ്മളിതെല്ലാം മനസ്സിലാക്കും, നമ്മളിലും പരമാത്മാവിൻ്റെ വാസം ഉണ്ടാകും. അങ്ങനെ നമ്മൾ അഹം ബ്രഹ്മാസ്മയായി മാറുകയും ഈ പരീക്ഷത്തിനെ പോലെ നമുക്ക് ഒരു മോക്ഷത്തിലേക്ക് കടക്കുകയും ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വായിച്ച അക്രൂര ദൗത്യത്തിൻ്റെ ബാക്കി വായിക്കാം. ഇവിടെ നമ്മൾ ദൗത്യം, അക്രൂരിൻ്റെ ഭഗവാൻ ഒരു ദൗത്യം അദ്ദേഹത്തിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കാനുണ്ട്, അതാണ് അദ്ദേഹത്തിന് കൊടുത്ത ദൗത്യം. എന്തൊക്കെ കണ്ടുപിടിക്കാനുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഒരു എന്താ പറയുക, ഒരു ഭഗവാന്റെ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കും, അത് നിറവേറ്റാൻ.
അദ്ദേഹത്തിനെ കൊണ്ട്. അതിന് ആണ് ഭഗവാനും ബലരാമനും ഉദ്ധവരും കൂടെ അദ്ദേഹത്തിനെ കാണാൻ ചെന്നു. അദ്ദേഹം സൽക്കരിച്ചു. പാദം കഴുകി അത് ആ തീർത്ഥം ശിരസിലൊക്കെ ധരിച്ചു. ഭഗവാനെ പൂജിച്ചിരുത്തി എല്ലാവർക്കും ആഹാരങ്ങൾ അന്നപാനാദിയൊക്കെ കൊടുത്ത് സൽക്കരിച്ചു. എല്ലാം നന്നായി കഴിച്ചു. എന്നിട്ട് എന്ത് ചെയ്ത് ഭഗവാൻ എന്തൊക്കെയാണ് പറയുന്നത്? സമ്മത പുരാണങ്ങളായത് പാഷണ്ണികൾ തന്നാലേ ബാധിച്ചിടും. അപ്പോഴേ ഭഗവാൻ എന്ത് ചെയ്യും? ഈ പുരാണങ്ങളിൽ കിടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഭഗവാനോട് അവതരിച്ചത് പാഷണ്ണികളുടെ, ഈ ലോകത്തിൽ ഈ കംസനൊക്കെ ആണല്ലോ, മല്ലന്മാരൊക്കെ ആണല്ലോ പാപികൾ. ഈ പാപികളെയൊക്കെ എന്ത് ചെയ്യുന്നു? ഭഗവാന്റെ സത്വഗുണവൃത്തി കൊണ്ട് ഭരിക്കുന്നു. ഭഗവാൻ മഹാവിഷ്ണു സാത്വിക ഗുണമാണ്. രജോ ഗുണം ബ്രഹ്മാവിനും തമോ ഗുണം പരമശിവനും. ഭഗവാൻ മഹാവിഷ്ണുവിനാണ് സാത്വിക ഗുണം. ഭഗവാൻ ഇവിടെ സത്വഗുണം എടുത്ത് ഇവിടെ അവതരിച്ചു. ഭഗവാന്റെ വിഷ്ണുമായിൽ നിന്ന് ശരീരമെടുത്ത് അരൂപിയായിരിക്കുന്ന ഈശ്വരൻ രൂപമെടുത്ത് വന്നു. എന്തിനു വേണ്ടി വന്നു? ഈ പാഷണ്ണികളെ, ഈ പാപികളെയൊക്കെ ഉദ്ധരിക്കുക. അവരെല്ലാം വധിച്ചിട്ട് നമ്മളെ ഒരുപാട് ഭക്തന്മാർ എവിടേക്കോ നാട് വിട്ട് അവിടെ വിട്ടൊക്കെ എവിടേക്കോ പോയി. ആ ഭക്തന്മാരെ രക്ഷിക്കണ്ടേ? അപ്പം പാപികളെയൊക്കെ മാറ്റി വേണ്ടേ അവരെ രക്ഷിക്കാൻ? അതിന് ഭഗവാൻ ഗുണവൃത്തിയെടുത്ത് ഭരിക്കുന്നു. എന്തായി ഭരിക്കുക? ദുഷ്ടന്മാരെയൊക്കെ നശിപ്പിക്കുന്നു, വധിക്കുന്നു. അതാണ് ഭഗവാന്റെ ഭരണം. സത്വവൃത്തി കൊണ്ടാണ് ചെയ്യുന്നത്, അല്ലാതെ ദുഷ്ടവൃത്തി കൊണ്ടൊന്നും അല്ല ചെയ്യുന്നത്. സത്വവൃത്തി എന്താണ് അർത്ഥം? നമുക്ക് ചിന്തിച്ചാൽ കിട്ടുന്നതേ ഉള്ളൂ. ഞാൻ ചിന്തിച്ച് പറയാം. ഭഗവാനിവിടെ ഒരാളെ വധിക്കുക എന്ന് പറഞ്ഞാൽ സത്വമല്ല നമുക്ക് തോന്നും. ഞാൻ ഇന്നലെ അത് പറഞ്ഞതാ. കാരണം ഒരുപാട് ഭക്തന്മാരെ രക്ഷിക്കുമ്പോൾ ഒരു ദുഷ്ടനെ വധിച്ചാൽ അത് അവിടെ തമോ ഗുണം അല്ല, മറ്റ് ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് അവിടെ നേടിയെടുക്കുന്ന നന്മകൾ, സാത്വികം. അപ്പോൾ ഭഗവാൻ അവിടെ നന്മയാ ചെയ്തത്. അതുകൊണ്ട് ഭഗവാൻ സത്വവൃത്തി തന്നെയാണ്. ഭഗവാനോട് ധർമ്മം രക്ഷിക്കാൻ തന്നെ വന്നത്. എന്തിനാ? ഈ ലോകത്തിന് നന്മയ്ക്ക് വേണ്ടിയാ. അപ്പോൾ അവിടെ സാത്വികം അല്ലേ? നമ്മൾ അങ്ങനെ ഓരോന്നും ചിന്തിച്ചെടുക്കാവുന്നതേ ഉള്ളതല്ല. അങ്ങനെ ഭഗവാൻ ഭരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കണ്ടു വായിക്കാം. ഞാനത് ഓർത്തില്ല. ആയതിനായി വസുദേവ മന്ദിരത്തിങ്കൽ ചെയ്ത് ഇനി അവതാരം ഭൂഭാരം കളവാനും അസുരന്മാരാം നൃപകണ്ഠകന്മാരെ കൊന്ന് അധുനാ കുലത്തിന് കീർത്തിയെ ഉണ്ടാക്കുവാനായിക്കൊണ്ട് ദേവപിതൃഭൂതാദി നരമൂർത്തിയാ സകലത്തിനും നിർവാണപ്രദനായി കൊണ്ടുവിരിക്കും ത്വൽപാദ ജക്ഷാളന ജലതീർത്ഥം ശിരസി ധരിക്കയും സ്മരിച്ചു ലോകത്രയം ശുദ്ധമായി വരുന്നിതു. സർവകൽമഷം തീർന്ന് സിദ്ധിബോധവും നൽകിയിടുന്നു ത്വൽപാദ തീർത്ഥം. ഭഗവാന്റെ പാദതീർത്ഥം കൊണ്ട് എന്ത് സംഭവിക്കുന്നു? സത്വഗുണവൃത്തിയെ കൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ ഭരിക്കുന്നു. ഭഗവാൻ ഇവിടെ നന്മ സാത്യ ഗുണം കൊണ്ട് ഈ ലോകം ഭരിക്കുന്നു, ധർമ്മം രക്ഷിക്കുന്നു, പാപികളായവരെയൊക്കെ വധിച്ചിട്ട്. അതുകൊണ്ടാണ് ഇവിടെ ആയതിനായി അതിനു വേണ്ടി ഭഗവാൻ വസുദേവ മന്ദിരത്തിൽ അവതാരം എടുത്തു. ഭൂഭാരം കളവാൻ, ഭൂമിയുടെ ദുഷ്ടതകളെ, അതാണ് ഭാരം. അതായത് മല്ലന്മാരെ പോലുള്ള ദുഷ്ടന്മാർ, കംസനെയും പൂതന ഇങ്ങനെയുള്ള ദുഷ്ടന്മാരെയൊക്കെ ഭാരം കളയുക, വധിച്ച് ധർമ്മത്തെ രക്ഷിക്കുക. അങ്ങനെ കളവാനും നൃപകണ്ഠകന്മാരെയൊക്കെ കൊന്ന്, ഈ നൃപകണ്ഠകന്മാർ ഇങ്ങനെയുള്ള അസുരന്മാരായ രാജാക്കന്മാരും മല്ലന്മാരും കംസന്മാരും ഒക്കെ അവരെ കൊന്നിട്ട് അധുനാ കുലത്തിന് കീർത്തി ഉണ്ടാക്കുവാൻ. അങ്ങനെയാണ് ആ കുലത്തിന്, ഈ ദുഷ്ടന്മാരെ വധിക്കുമ്പോൾ ആ കുലം, ഏത് കുലമൊക്കെ കീർത്തിയെ ഉണ്ടാക്കുവാനും ആയിക്കൊണ്ട് ദേവപിതൃഭൂതാദി നരമൂർത്തിയ, ദേവം പിതൃക്കളും ഭൂതാദികളായിരിക്കുന്ന നരന്മാരായിരിക്കുന്ന എല്ലാ മൂർത്തിയാ സകലത്തിനും, എന്നുവെച്ചാൽ ദേവന്മാർക്കും പിതൃക്കൾക്കും ഈ നമ്മളാലുള്ള ഭൂതാദി എന്ന ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ ചരാചരങ്ങളും നമ്മളെല്ലാവരും അതിൽ ഉൾപ്പെടുക. ഞങ്ങളുടെ ഭൂതാദി നരമൂർത്തിയ. അപ്പോൾ ഇവിടെയുള്ള സർവത്തിനും നന്മ വരുത്താനും സകലത്തിന് നിർവാണപ്രദനായിക്കൊണ്ട്, സർവത്തിന് നിർവാണപ്രദനായിക്കൊണ്ടും ഇരിക്കുന്ന ത്വൽപാദ ജക്ഷാളന, അതായത് ഭഗവാന്റെ പാദം കഴുകുന്ന ക്ഷാളനം എന്ന് വെച്ചാൽ ജലം കൊണ്ട് പാദം കഴുകിയ തീർത്ഥം. ഈ ജലതീർത്ഥം ശിരസി, നമ്മളെല്ലാം അമ്പലത്തിൽ പോകുമ്പോൾ എങ്ങനെ ഭഗവാന് അവിടുന്ന് പൂജിച്ച വെള്ളം നമുക്ക് തീർത്ഥമായി തരുമ്പോൾ നമ്മളത് അല്പം സേവിച്ച് തലയിലൊക്കെ ഒഴിച്ച് ധരിക്കുമല്ലോ, അതാണ്. അങ്ങനെയുള്ള ത്വൽപാദം, ഭഗവാന്റെ പാദാബ്ജ ക്ഷാളന ജലം വെള്ളം, ആ തീർത്ഥം ശിരസി ധരിക്കയും സ്മരിച്ച് നമ്മളത് ഓർത്ത് ലോകത്രയം 3 ലോകത്തിനും ശുദ്ധമായി വരുന്നിതു. സർവകൽമഷവും തീർന്ന് ഈ ഭഗവാൻ അതിനാണ് ഇവിടെ അവതരിച്ചത്. അപ്പോൾ ഭഗവാൻ സാത്വിക ഗുണമെടുത്ത് ഇവിടെ പാവം ചെയ്തോ പുണ്യം ചെയ്തോ?
കേൾക്കുന്നവരോ ഇത് മനസ്സിലാക്കി വായിക്കാത്തവർക്ക് ഇത് ഇപ്പോഴൊന്നും അല്ല, ഞാൻ കുറച്ച് നാളിന് മുമ്പൊക്കെ പലരും പല രീതിയിലൊക്കെ പണ്ടൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പോഴൊന്നും അല്ല. ഇതുപോലെ ഭഗവാൻ ഇങ്ങനെ ചെയ്ത കർമ്മങ്ങളൊക്കെ മോശമാണെന്നുള്ള രീതിയിൽ ഇത് അന്നൊന്നും എനിക്കിതിനെപ്പറ്റി വന്ന് തർക്കിക്കാനോ പറഞ്ഞോക്കാനോ ഞാൻ അങ്ങനെ വായിച്ചിട്ടില്ലല്ലോ. ഇപ്പോഴൊക്കെ ഇത് ഈ യൂട്യൂബ് മുഖാന്തരം ഇപ്പോൾ ഇത് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഈ കൽമഷം, ഈ പാപങ്ങളെല്ലാം തീർത്ത് ശുദ്ധമായി വരുത്തുന്നു ഈ ലോകം. അപ്പോൾ ഇവിടെ എന്ത് തീർന്നു? കൽമഷങ്ങൾ, പാപമെല്ലാം തീർത്ത് കളഞ്ഞിട്ട് പിന്നെ എന്ത് കിട്ടും? ശുദ്ധമായ ഭക്തന്മാർക്ക് സിദ്ധിബോധവും. അന്ന് നമുക്ക് ഓരോ ചാനലുകൾ എടുക്കുമ്പം ഓരോ ഭക്തയായ അമ്മമാർ പറയുന്ന, ഞാനും പിന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ എൻ്റെതും അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, പിന്നെ എന്തോ അതിൽ കൂടെ സ്പിരിച്വാലിറ്റി കൂടെ കണ്ട് എന്തോ ഇത് നമ്മുടെയൊക്കെ അനുഭവങ്ങൾ പറയാം. അപ്പം നമ്മൾ മനസ്സിലായി ഈ ലോകത്ത് എത്ര നല്ല പുണ്യവതിയായ അമ്മമാരുണ്ട്. അതൊക്കെ എന്താ കാരണം? അങ്ങനെ നമ്മൾ അറിയുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടൊക്കെ എവിടേക്കോ എന്തൊക്കെയോ ഉണ്ടെന്ന് അറിയുന്നില്ല, അല്ലേ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് അങ്ങനെ വരുന്ന ആ അമ്മമാരെ പ്രസിദ്ധി ബോധം എന്താ ഭക്തി കൊണ്ട് അവർക്കൊക്കെ അത് സംഭവിക്കുന്നു. ഇപ്പം ഇതും ഒരു ചെറിയ ഒരു സിദ്ധി എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇതൊക്കെ പഠിക്കാതുകൊണ്ട് ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയുന്നത് ഞാൻ നന്നായിട്ട് പറഞ്ഞതല്ല. ഞാൻ ആദ്യമേ പറയാം, എനിക്ക് LKG UKG ഉള്ളൂ, അത്രയെങ്കിലും ആവട്ടെ മക്കളെ. അതൊക്കെ ദൈവം തന്നത് ഇതല്ലേ. എന്താ കാരണം? ഭഗവാനോട് എല്ലാം ശുദ്ധമാക്കും, നമ്മളെല്ലാം പരമാത്മാവിൽ ലയിപ്പിക്കുന്ന ഇങ്ങനെയൊക്കെ ഈശ്വരൻ ഉള്ളിലിരുന്ന് വസിക്കും. അപ്പോൾ നമുക്ക് അറിയാത്തതും അറിയും, അറിയാത്തതും നമ്മളെ കൊണ്ട് അറിയിക്കും. അതുകൊണ്ട് അങ്ങനെ ആണ് സിദ്ധിബോധം. എന്തുകൊണ്ടാണ്? ഈ ശുദ്ധമായി വരും നമ്മുടെ എല്ലാ ഹൃദയം, കൽമഷമെല്ലാം നമ്മുടെ ഉള്ളത്തിൽ നിന്ന് പോകും. ഈ കംസൻ്റെ കണക്കെല്ലാം നമ്മളെ ഉള്ളിലും ഉണ്ട്. എല്ലാ മനുഷ്യരിലും കംസമുണ്ട്. എന്താണ്? ഈ എന്താ പറയുക, ദുഷ്ടതരമുണ്ട്. ഈ ദുഷ്ടതരങ്ങളെല്ലാം നമ്മളെ ഉള്ളിൽ നിന്ന് പോക്കാനാണ് നമുക്ക് ഈ ഭാഗവതം ഇത് ഉടനീളം നമ്മൾ പഠിക്കുക, ഇതെല്ലാം വായിച്ച് സജ്ജനങ്ങളെ കൂടെ ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മളും സിദ്ധിബോധം ഉണ്ടാവും. കൊച്ചു കൊച്ചു സിദ്ധികളാവട്ടെ മക്കളെ. ഭക്തിക്കൊത്ത് എന്നുവെച്ചാൽ അറിയാതെ കൊണ്ട് ഇതൊക്കെ പറയണമെങ്കിൽ ഒരു നാമം പോലുമൊക്കെ എഴുതി നമ്മളാൽ ഒക്കുന്നുണ്ടൊക്കെ അത് ട്യൂൺ ചെയ്തൊക്കെ പാടണമെങ്കിൽ ഭഗവാൻ ഉള്ളിൽ വരാതെ നടക്കൂലല്ലോ. ഇതാണ് സിദ്ധിബോധം, അറിവ്. അത് ഭഗവാന്റെ കൊച്ചു കൊച്ച് നമുക്ക് നമ്മളെ ഒക്കെ നമ്മുടെ കൊക്കിന് ഒതുങ്ങിയതുപോലെ, വലുതല്ല, നമുക്ക് അത്രയും മതി, അത്രേ ഉള്ളൂ. അത് നമുക്ക് കിട്ടുന്നു, നൽകിയിടുന്നു. ത്വൽപാദ തീർത്ഥം, അതൊക്കെ ഭഗവാന്റെ തീർത്ഥങ്ങളാണ്. എന്താ കാരണം? നമ്മൾ ദിവസേന കൃത്യനിഷ്ഠ പോലെ ഭഗവാനെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഈശ്വരൻ്റെ ദാസിപ്പണി നമ്മൾ ചെയ്യുന്നു. ഇതുപോലെ ആർക്കെങ്കിലൊക്കെ നമ്മൾ കൊടുക്കുന്നു. എന്തെല്ലാം നമ്മൾ നന്മകൾ ചെയ്യുമ്പോഴാണ് ഈ ഭഗവാന്റെ ആ തീർത്ഥം നമ്മളിലേക്ക് ഒഴുകുന്നത്. അപ്പോൾ എന്ത് കിട്ടും? സിദ്ധിബോധം നൽകിയിടും. നമുക്കൊക്കെ ബോധം ഉദിക്കും. ബുദ്ധന് ബോധോദയം ഉണ്ടായതെന്നൊക്കെ പറയുന്നത് എന്താ? ആ ഈശ്വര കൃപ, നമ്മുടെ ആ ശക്തി ഉണരും, നമ്മളിലൊരു പവർ ഉണ്ടാകും. അപ്പം അത് കുണ്ടലിനി ശക്തി എന്ന് പറയും, ജീവശക്തി എന്ന് പറയും, പവർ എന്ന് പറയും, അല്ലെങ്കിൽ ശക്തി എന്ന് പറയും. ഇതെല്ലാം ആ അമ്മ പരാശക്തിയാണ്. അത് നമ്മൾ വരുമ്പോഴാണ് നമുക്ക് കൊച്ചു കൊച്ചു സിദ്ധികളും വലിയ വലിയ പണ്ഡിതന്മാർക്ക് കിട്ടത്തില്ല. ഭഗവാൻ ഭക്തിയുള്ള കിട്ടും. പണ്ഡിതന്മാർ വെച്ചാൽ അറിവ് നേടുന്നില്ല എൻ്റെ അർത്ഥം. ഇതെല്ലാം ശാസ്ത്രങ്ങൾ 6ഉം വേദങ്ങൾ 4ഉം ഒക്കെ പഠിച്ചെന്ന് പറഞ്ഞത് വരത്തില്ല, സിദ്ധി ഉണ്ടാവത്തില്ല. സിദ്ധി എന്ന് പറഞ്ഞാൽ ഭഗവാനോട് ഭക്തി വർദ്ധിച്ച് ഭഗവാന്റെ കൃപ കിട്ടുന്നവർക്ക് മാത്രമേ സിദ്ധി ബോധം ഉണ്ടാവൂ, ബോധോദയം ഉണ്ടാവുള്ളൂ. അല്ലാത്തവർക്ക് പാണ്ഡിത്യം കൊണ്ട് ഇതൊക്കെ പറയാൻ പറ്റും, പക്ഷെ അവർക്കുള്ള ഉള്ളത്തിൽ ഉണർവുണ്ടാവില്ല. ഉണർവേണമെങ്കിൽ നമുക്ക് ഉണർന്ന് എപ്പോഴും ആത്മാ ചൈതന്യം ഉള്ളത്തിൽ വസിക്കണമെങ്കിൽ പരമാത്മാവ് നമുക്ക് കൃപ തന്നേ കിട്ടും. ഈശ്വരൻ നിന്ന് ആ കൃപ നമ്മൾ കിട്ടിയെങ്കിലേ അത് കിട്ടത്തുള്ളൂ. അപ്പോഴേ നമുക്കൊരു നോട്ടം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ കൃപയോട് നമുക്ക് കൊടുക്കാൻ പറ്റും മറ്റുള്ളവർക്ക്. പിന്നെ ഇതൊക്കെ ഒരുപാട് ഇതിൻ്റെ MAയും ഒക്കെ എടുത്തവർക്ക് പാണ്ഡിത്യം പഠിച്ച് വയ്ക്കുന്നവർ ആ പഠിത്തം സ്കൂളിൽ വിദ്യ പഠിപ്പിക്കുന്നോ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അത് പഠിച്ചിട്ട് കിട്ടുന്നതാണ്. അല്ലാതെ കിട്ടുന്നത് എന്താണ്? പഠിക്കാതെ കിട്ടണം. അത് ഭഗവാന്റെ കൃപയിൽ കൂടി അത് കിട്ടും. അപ്പോൾ ഇങ്ങനെ കൊച്ചു കൊച്ച് സിദ്ധിബോധം നൽകിയിടുന്ന ത്വൽപാദ തീർത്ഥം, സാത്വിക ഗുണരൂപനായിട്ട് വിഷ്ണുവായി. അപ്പോൾ ഇതൊക്കെ കിട്ടാൻ വേണ്ടി ഭഗവാൻ എന്ത് ചെയ്യുന്നു? സത്വഗുണം എടുത്തിട്ട് ഭഗവാൻ വിഷ്ണുവായിട്ട് വന്നു. നിത്യനാം നിന്നെ സദാ ശരണം പ്രാപിക്കുന്നു. അപ്പോൾ ഭഗവാൻ നമുക്ക് വേണ്ടി സത്വഗുണം എടുത്തുകൊണ്ട് ഭഗവാൻ വിഷ്ണു നിത്യനായിരിക്കുന്ന അങ്ങനെയുള്ള ഭഗവാനെ സദാ നമ്മൾ ശരണം പ്രാപിക്കുന്നു. ഭക്തർക്ക് പ്രിയാതൃതവശ സുഹൃത്തായി കൃതജ്ഞനായി സർവകാമതനായി കൊണ്ട് യോഗേശ സുരേ ഈശ്വരന്മാരാലും യോഗീശ്വരന്മാരായ സുരേശ്വരന്മാർ ദേവന്മാർക്കും എല്ലാവരും അച്ഛേദ്യനായി യോഗമായയാൽ ഭഗവാന്റെ തന്നെ വിഷ്ണുമായയാൽ
പുത്ര കളത്ര മിത്ര ധന ദേഹ ഗേഹജങ്ങൾ. അപ്പോൾ ഭഗവാന്റെ മായ കൊണ്ട് ഇവിടെ നമുക്കെല്ലാം ഇവിടെ ശരീരം തരുന്ന ആരാ? മഹാമായ. എന്തൊക്കെയാ? യോഗമായയാൽ ഇവിടെ പുത്രനും കളത്രവും മിത്രധന ദേഹങ്ങൾ ഗേഹ വീടുകൾ മോഹാദി രസനാദി മോഹങ്ങൾ സമസ്തവും ത്വൻ മായ തന്നെ നൂന. ഇതെല്ലാം ഭഗവാന്റെ തന്നെ മായ കൊണ്ടാണ് ഇതെല്ലാം ഇവിടെ ഉണ്ടാകുന്നത്. ഭഗവാൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കുന്ന ചിന്മയി മഹാമായയാണ് ഇവിടെ സൃഷ്ടി ഇങ്ങനെ നമ്മളെല്ലാം മക്കൾ എല്ലാം ആയി ഇങ്ങനെ വരുന്നത്. അത് എങ്ങൊന്നും വന്നതാ? ഭഗവാൻ തന്നെ നിന്ന് വന്നതാ. പരമാത്മാവിൽ തന്നെ ഉള്ള മായയാ, ഭഗവാന്റെ ഭാര്യ തന്നെയാണ്. അതാണ് ശിവശക്തി നമ്മൾ പറയുന്നത്. അങ്ങനെ ആ ത്വൻ മായ തന്നെ നൂനെല്ലാം ഭഗവാന്റെ മായ കൊണ്ടാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് ആ അമ്മ മഹാമായ നമ്മളെല്ലാം ഇങ്ങനെ സൃഷ്ടിച്ച് ഇതിന് വേണ്ടുന്നതെല്ലാം നമുക്ക് തരുന്നു. ഭഗവാൻ ഇങ്ങനെ നമുക്ക് എന്താ ഭക്തർക്ക് പ്രിയാതൃത വശ നമുക്കെല്ലാം ഭക്തന്മാർക്ക് ഭഗവാൻ സുഹൃത്തായി നിന്നുകൊണ്ടാണ് ഇതെല്ലാം കൃതജ്ഞനായിക്കൊണ്ട് സർവ്വകാമ എല്ലാത്തിൻ്റെ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് സാധിച്ചുകൊണ്ട് എല്ലാം യോഗികൾക്കും ദേവന്മാർക്കും എല്ലാവർക്കും ഭഗവാൻ എല്ലാം കൊടുക്കുന്നു. മോഹങ്ങൾ സമസ്തവും ത്വൻ മായ തന്നെ നൂനം. ഈ മോഹങ്ങളെല്ലാം സമസ്തവും ഭഗവാന്റെ മായയാണ്. മായ ഉള്ളതുകൊണ്ടാണ് നമുക്ക് മോഹങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ പ്രപഞ്ചത്തിൽ എല്ലാം നമുക്ക് മോഹം ഉണ്ടാകുന്നത് ഭഗവാന്റെ മായ. അങ്ങനെ മായ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പ്രപഞ്ചത്തിൽ മോഹങ്ങളാണ്, ആഗ്രഹങ്ങളാണ്. അതിവിടെ വേണം. നമുക്ക് ആഗ്രഹം ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ജനിക്കത്തില്ലല്ലോ. എല്ലാവരും മോഹം ഇല്ലാതെ ആയാൽ എന്ത് വരും? ഈ ലോകത്ത് എല്ലാവരും സാത്വികരായി പരമാത്മാവിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ജനങ്ങളുണ്ടാവുമോ? വന്നും പോയി നിൽക്കാൻ ആൾ വേണ്ടേ? അതുകൊണ്ടാണ് പ്രപഞ്ചം മോഹം കൊണ്ട്. അപ്പം ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വാസന കൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും ജനിക്കുന്നത്. ഭാഗവതം അങ്ങനെയാണ് പറയുന്നത്. ചിലർ ഇതിനകത്ത് തർക്കിക്കുന്നവരും ഉണ്ട്. നമുക്ക് പാകത്തിലുള്ളതല്ലേ പറയാൻ പറ്റൂ. അപ്പം അതുകൊണ്ട് ഇവിടെ മോഹങ്ങൾ സമസ്തവും ത്വൻ മായ തന്നെ നൂനം. ഭഗവാന്റെ മായ തന്നെയാണ് നമുക്ക് മോഹം ഉണ്ടാക്കുന്നത്. കാരണം എന്താ? നമുക്ക് ആഗ്രഹമില്ലെങ്കിൽ എങ്ങനെ നമുക്ക് വീണ്ടും ജനിക്കാൻ പറ്റും? നമ്മൾ ഇന്ന് എന്തെങ്കിലും ആഗ്രഹിച്ച് വെച്ചിട്ട് മരിച്ചാൽ ആ ആഗ്രഹത്തിനുണ്ടാണ് വീണ്ടും വാസന ജനിക്കുന്നത്. എന്നാൽ ഭക്തന്മാരെന്ത് ചെയ്യണം? കുറേ ആൾക്കാർ ഇതിനെല്ലാം വിരമിക്കണം. സന്യാസികളായി കുറച്ച് പേർക്ക് അവിടേക്ക് ഭഗവാനിലേക്ക് എത്തപ്പെടണം. എല്ലാവരും ഒന്നുപോലെ ആകരുത്. കാരണം ഈ ലോകം നിയന്ത്രിക്കണമെങ്കിൽ പോലും മഹർഷിമാരൊക്കെ ഇവിടെ വേണ്ടേ? അവരുടെ ഗുണം അവരുടെ പ്രവൃത്തി നമ്മൾ കണ്ട് പഠിച്ച് നമ്മളും കുറച്ച് അങ്ങനെ ആയി പോകണമെങ്കിൽ ഇത് ഒരു അധ്യാപകൻ വേണമല്ലോ കുട്ടികളെ നന്നാക്കാൻ. അതുപോലെ ഈ മഹർഷിമാരെല്ലാം ആധ്യാത്മികമായ അധ്യാപകന്മാരാണ്. അപ്പോൾ കുറച്ച് അധ്യാപകന്മാരും വേണം. കുറച്ച് ആൾക്കാരെ ഒന്നിന് രണ്ടിന് മൂന്നിലായി ഇങ്ങനെ മോക്ഷത്തിലേക്ക് എത്താനും ഇവിടെ ലോകത്തെല്ലാം വേണം. അത് ബൈബിളിൽ കിടപ്പുണ്ട്. കൊയ്ത്ത് അനേകമുണ്ടെന്ന കൊയ്ത്തുകാരോ ചുരുക്കം. ഇത് പറഞ്ഞ് പഠിപ്പിക്കാൻ ആളുകൾ കുറവാണ് കൊയ്ത്തുകാർ. എന്നാൽ ഒരുപാട് ജനങ്ങൾ കഷ്ടപ്പെടുന്ന അനേകം കൊയ്ത്തുണ്ട്. ജനങ്ങൾ ഒത്തിരി ഉണ്ട്. അവരെല്ലാം ഈ ആധ്യാത്മ്യം പഠിപ്പിക്കാനുള്ള കഴിവുള്ളവർ ചുരുക്കം കുറവാണ്. അത് തന്നെയാണ് ഇത്. അതുകൊണ്ട് ഈ മോഹങ്ങൾ സമസ്തവും ഭഗവാന്റെ തന്നെ മായയാണ്. അക്രൂരനാൽ ഇങ്ങനെ സ്തുതനായി അർച്ചിതനായ ഭഗവാനാകം മുകുന്ദനും. ഈ ഭക്തനായിരിക്കുന്ന ഈ അക്രൂരനാൽ ഇങ്ങനെയെല്ലാം പറഞ്ഞു. ഇതെല്ലാം ഭഗവാനെ ഓർത്ത് ഭഗവാൻ ഇവിടെ അവതരിച്ചതും ഭഗവാൻ യദുകുലത്തിൽ ശരീരം എടുത്ത കാര്യങ്ങൾ ഇതെല്ലാം ഭഗവാൻ ഇവിടെ ജനങ്ങളെ അങ്ങേയറ്റത്തെ മോക്ഷത്തിലേക്ക് അടുപ്പിക്കാനും ആഗ്രഹങ്ങളെ നിറവേറ്റാനും ധർമ്മം രക്ഷിക്കാനൊക്കെ ആണെന്ന് അങ്ങനെ സ്തുതിച്ച് അക്രൂരൻ ഭഗവാനും ബുദ്ധവരൊക്കെ ചെന്നപ്പോൾ നന്നായി അവരെ അവിടെ ഇരുത്തി സൽക്കരിച്ചു. ഇതൊക്കെ അങ്ങോട്ട് പറയുക, ഭഗവാനെ വാഴ്ത്തി പുകഴ്ത്തുന്നതൊക്കെ ഭഗവാൻ എല്ലാ ഗുണങ്ങളും ജനങ്ങൾക്ക് തരുന്നു. ഭക്തന്മാരെ വേണ്ടുന്നെല്ലാം കൊടുക്കുന്നു. ഭക്തനാം അക്രൂരനും ഇങ്ങനെ സ്തുതനായി അർച്ചിതനായ ഭഗവാനാകും മുകുന്ദനും. ഭഗവാൻ എന്താണ്? എല്ലാവരും സ്തുതിക്കപ്പെടേണ്ടതാണ്, ഭഗവാനെ വന്ദിക്കപ്പെടേണ്ടതാണ്. അർച്ചന ഈ അർച്ചന എന്താ വെച്ചാൽ ഭഗവാനെ നമ്മൾ അർച്ചിക്കാൻ അവകാശപ്പെട്ട ഒരേ ഒരാളാരാ? പരമാത്മാവായ കൃഷ്ണനാണ്. അത് അവിടെ ബലരാമനും ഉദ്ധവരൊക്കെ ഉണ്ടെങ്കിലും ഭഗവാനെയാണ് അർച്ചിക്കുകയും വന്ദിക്കുകയും സ്തുതിക്കുകയും ചെയ്യാൻ അർഹതപ്പെട്ട അതിനകത്ത് ആരാ? കൃഷ്ണനാണ്. അതുകൊണ്ടാണ് സ്തുതനായി വന്ദിതനായി എന്നൊക്കെ പറയുന്നത് ഈ അക്രൂരൻ. മന്ദഹാസവും ചെയ്തു മന്ദമായി മോദമോടും അന്നേരം അക്രൂരനോട് അരുളി ചെയ്തിടിനാൻ. ഇത്രയെല്ലാം സ്തുതിച്ചു വന്ദിച്ചു ഭഗവാന്റെ ഗുണഗണങ്ങൾ ഇവിടെ ഈ ലോകത്ത് അവതരിച്ചത് ഇന്ന കാരണം കൊണ്ടാണെന്നും എല്ലാം പറഞ്ഞപ്പോൾ ഭഗവാൻ എന്തു പറയുന്നു? അക്രൂരനോട് പറയുന്നു,
എന്നുടെ താതനായിടുന്നതും ഭവാൻ ഓർത്താൽ. അതായത് ഭഗവാന്റെ പിതാവിൻ്റെ സഹോദരനോ മറ്റോ ഇളയച്ചനോ കണ്ടായി അക്രൂരൻ. കാരണം ദൗത്യം ഏൽപ്പിക്കാനാണ് വന്നേക്കുന്നത്. അക്രൂരനോട് എന്തോ ഒരു കാര്യം ഇതിനകത്ത് പറയും. അത് അതായത് പാണ്ഡുവിനെയൊക്കെ കാര്യങ്ങൾ അറിയാൻ ധൃതരാഷ്ട്രം അങ്ങോട്ടൊക്കെ വിടാനും എന്തൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഒരു ദൗത്യം ഏൽപ്പിക്കാനാണ് ഇവിടെ ഉദ്ധവരും ഭഗവാനും ബലരാമനോട് വന്നേക്കുന്നത്. അതുകൊണ്ട് ഇത്രയെല്ലാം ഭഗവാനെ സ്തുതിച്ച അക്രൂരനോട് ഭഗവാൻ പറയുന്നു, എന്നുടെ താതനായിടുന്നതും ഭവാൻ ഓർത്താൽ വന്ദ്യനായിരിപ്പൊരു ഗുരുവും ഭവാനല്ലോ. അപ്പം ഭഗവാൻ പറയുന്നു, എന്നുടെ താതനായിടുന്നത് ഭവാൻ ഓർത്താൽ. അതായത് വസുദേവരുടെ സഹോദരിയാണ് കുന്തി. അപ്പം വസുദേവരുടെ അനുജനോ അക്രൂരൻ അങ്ങനെ കണ്ട് ഏതാണ്ടായിട്ട് വരും. എനിക്കത് അങ്ങനെ വഴി പറയാൻ അറിയില്ല. അപ്പോൾ ഭഗവാൻ താതൻ, അപ്പോൾ ചിറ്റപ്പനാണല്ലോ. ഭഗവാൻ ഓർത്താൽ ഭഗവാന്റെ കൃഷ്ണൻ പറയുന്നു, എന്നുടെ താതനായിടും. അപ്പം നമ്മൾ മുത്തച്ഛനും ചെറിയച്ഛനും ഒക്കെ താതന് തുല്യമാണല്ലോ. അപ്പോൾ അവിടെ ചെറിയച്ഛനാണെന്ന് തോന്നുന്നു. അത് ഓർത്താൽ വന്ദ്യനായിരിപ്പൊരു ഗുരുവും ഭവാനല്ലോ. അപ്പോൾ ഇത്രയെല്ലാം ഭഗവാനെ പുകഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്തപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, അച്ഛനല്ലേ, അച്ഛന് തുല്യമല്ലേ ചെറിയച്ഛനായാലും. പാണ്ഡുവിൻ്റെ അനുജനായിരിക്കും. അതുകൊണ്ട് അങ്ങ് വന്ദ്യനുമാണ്, എനിക്ക് ഗുരുവാണ്. ഭഗവാൻ പറയുന്നു, ഭവാനല്ലോ എനിക്ക് ഗുരുവും താതനുമാണ്, വന്ദ്യനായി എനിക്ക് വന്ദിക്കപ്പെടേണ്ട ഗുരുവാണ് എന്ന് ഭഗവാൻ. അങ്ങനെയുള്ള ഭവാനല്ലോ. പ്രീതിയും സ്നേഹം കൃപ താവക മനസ്സെങ്കിൽ പുത്രനാം പുത്രനാം എന്നിൽ. ഞാനിത് വായിച്ചിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക്, അല്ല ഇത് രണ്ടോട്ടം വായിച്ചെങ്കിൽ മനസ്സിരുന്നേനെ. വായിക്കുമ്പോഴേ അറിയുന്നുള്ളൂ മക്കളെ, അല്ലാതെ എനിക്ക് ഞാനങ്ങനെ നോക്കാറില്ല. അപ്പോൾ ഇതിപ്പം മനസ്സിലായി. കഴിഞ്ഞ വർഷം ഇതൊരു സംശയമായിരുന്നു, അന്നേരം വായിച്ചപ്പോൾ മനസ്സിലായി, പക്ഷെ അതങ്ങ് മറന്നുപോയി. അപ്പോൾ പ്രീതിയുണ്ട്, സ്നേഹമുണ്ട്, കൃപയുണ്ട്, താവക മനസ്സെങ്കിൽ. ആരാ താവക? അങ്ങയുടെ ഈ അക്രൂരൻ്റെ, അതായത് പിതാവിന് തുല്യമായ ചെറിയച്ഛൻ. അപ്പോൾ പ്രീതിയും സ്നേഹം കൃപ താവക മനസ്സെങ്കിൽ, അങ്ങയുടെ മനസ്സെങ്കിൽ എന്നോട് പ്രീതിയുണ്ട്, കൃഷ്ണനോട് സ്നേഹമുണ്ട്, കൃപയുണ്ട്. പുത്രനാമൻ, അങ്ങനെയുള്ള പുത്രനാണ് ഞാൻ. കൃഷ്ണൻ പറയുന്നു, പിതാവാണ്, വന്ദ്യനായിരിക്കുന്ന ഗുരുവും അങ്ങാണ്, എന്നോട് സ്നേഹവും പ്രീതിയും കൃപയും ഒക്കെ ഉണ്ട് അങ്ങയ്ക്ക്, അങ്ങയുടെ മനസ്സിൽ. അങ്ങനെയുള്ള പുത്രനാം എന്നിൽ എന്നോട് എന്നോട് സദാ വർദ്ധിച്ചിടുക വേണം. അങ്ങയുടെ പുത്രനാണ് ഞാൻ, എന്നിൽ സദാ എപ്പോഴും ഈ കൃപയും സ്നേഹവും പ്രീതിയും എല്ലാം എന്നിൽ വർദ്ധിക്കണമേ എന്നാണ് കൊച്ചച്ഛനോട് ചിറ്റപ്പൻ എന്നും പറയാം, കൊച്ചച്ഛനെന്നും പറയാം, ചെറിയച്ഛൻ എന്നൊക്കെ പറയാം. അങ്ങനെ എനിക്കെല്ലാം വേണം, എന്നിൽ വർദ്ധിക്കണമേ. സജ്ജന ദർശനത്താൽ സദ്യ സംഭവിച്ചിടും. സജ്ജനത്തിന് ദർശിച്ചാൽ എന്ത് വരും? ഇത് ഭഗവാൻ ഇദ്ദേഹത്തോട്, പിതാവിനോട് പറയുക. പിതാവ് വെച്ചാൽ അച്ഛൻ്റെ വസുദേവരുടെ അനുജനം കണ്ട. അതുകൊണ്ട് സജ്ജനത്താൽ നന്മ സജ്ജന ദർശനം. അത് നമ്മൾ എപ്പോഴും എല്ലാവരും പറയത്തില്ലേ, നമുക്ക് സജ്ജന സംസർഗം വേണം. എന്തിനാ? സദ്യ സംഭവിക്കാൻ, നന്മയ്ക്ക് വേണ്ടി. നമുക്കൊരു സജ്ജനത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് സദ്യ നന്മയുണ്ടാകും, നമുക്ക് അറിവ് നേടും, അത് നമുക്ക് സംഭവിക്കും. കേട്ട് പ്രാർത്ഥനയും വചനങ്ങളും ഭഗവാന്റെ കീർത്തനങ്ങളൊക്കെ കേട്ടും വായിച്ചും ചൊല്ലിയും നമ്മൾ പാടിയും വരുമ്പോൾ നമുക്ക് സദ്യ സംഭവിച്ചിടും. എന്താ സദ്യ? ഈ കൃപ കൂടി നമുക്ക് ഭഗവാനിലോട്ടുള്ള അനുഭവങ്ങൾ, ഇങ്ങനെയുള്ള അറിവുകൾ നമുക്ക് കിട്ടും. ദുർജനങ്ങൾക്ക് സിദ്ധി എന്നതും ചൊല്ലണമോ? ദുർജനങ്ങൾക്ക് ഇങ്ങനെ വല്ലതും കിട്ടുമോ? ഒന്നും കിട്ടത്തില്ല. സജ്ജനങ്ങളെ കണ്ടാൽ സദ്യ സംഭവിച്ചിടും. ദുർജനങ്ങൾക്ക് സിദ്ധി എന്നതും ചൊല്ലണമോ? ദുർജനങ്ങൾക്ക് ഇത് വല്ലതും കിട്ടുമോ? ദുർജനങ്ങൾക്ക് എങ്ങനെ കിട്ടാനാ? ഒരിക്കലും കിട്ടത്തില്ല. ഇവിടെ അക്രൂരനോട് ഭഗവാൻ പറയുന്നതാണ്. ഇവിടെ അക്രൂരൻ നല്ല ഭക്തനാണ്, പക്ഷേ ഭഗവാൻ പറയുന്നത് എന്താണ്? എൻ്റെ പിതാവിന് തുല്യം, എൻ്റെ ഗുരുവിന് തുല്യം, എന്നോട് അത്രമാത്രം പ്രീതിയും സ്നേഹവും ഒക്കെ ഉണ്ട് അങ്ങയുടെ മനസ്സിൽ. അതുകൊണ്ട് സജ്ജന സംസർഗം കൊണ്ട് ഇത് എന്ത് കിട്ടും? സദ്യ സംഭവിച്ചിടും. അപ്പം അത്രയ്ക്ക് നന്മയുള്ള ഒരു അക്രൂരനാണ്. അപ്പോൾ ഭഗവാൻ എന്ത് കിട്ടും? വന്ദിക്കുകയും ഗുരുസ്ഥാനവും പിതാവും എല്ലാം കൂടെ ആകുമ്പോൾ ഭഗവാൻ അത്രത്തോളം സദ്യ സംഭവിച്ചിടും സജ്ജനങ്ങളാൽ. എന്നാൽ ദുർജനങ്ങൾക്ക് സിദ്ധി എന്നതും ചൊല്ലണമോ? വല്ലതും കിട്ടുമോ? ഒരിക്കലും കിട്ടത്തില്ല. സജ്ജനങ്ങളിൽ മുഖ്യനാകിയ ഭവാൻ ഇപ്പോൾ ഈ ജനത്തിന് വേണ്ടതൊക്കെയും ചെയ്യുമല്ലോ. അപ്പോൾ സജ്ജനങ്ങൾ മുഖ്യനാണ്. ആരാ? അക്രൂരൻ. ഭഗവാൻ പറയുക, പിതാവിന് തുല്യമായ ചെറിയച്ഛനാണ്, ഇത്രയും ഭക്തനാണ് ഈ അക്രൂരൻ. അതുകൊണ്ട് സജ്ജനങ്ങൾ മുഖ്യനാണ്. അങ്ങനെയുള്ള ഭവാൻ അക്രൂരൻ ഇപ്പോൾ ഈ ജനങ്ങൾക്ക്, ഞങ്ങളെപ്പോലുള്ള ഈ ജനങ്ങൾക്ക് വേണ്ടതൊക്കെയും ചെയ്യുമല്ലോ. ഇവിടെയുള്ള സജ്ജനങ്ങളെ കൊണ്ടേ നടക്കൂ. അത്രത്തോളം സജ്ജനങ്ങൾ എപ്പോഴും ചിന്തിക്കുന്ന ലാഭേച്ഛ നോക്കത്തില്ല. ഒരു നഷ്ടവും അവർക്കില്ല.
അവർക്ക് എത്ര എത്ര സജ്ജനങ്ങൾക്ക് എന്തെല്ലാം പിന്നെ എന്താ പറയുക, എന്തെല്ലാം ഉപദേശങ്ങൾ കൊടുത്താലും എത്രത്തോളം കൊടുത്താലും അവർ മടുക്കത്തുമില്ല. അവർക്ക് ആനന്ദ നിർവൃതി അത്രത്തോളം ഉണ്ട്. അതുകൊണ്ട് ഇവിടെ അക്രൂരനെ അതിന് ഒരു ഒപ്പമാണ് വച്ചേക്കുന്നത്. അതുകൊണ്ട് സജ്ജനങ്ങളിൽ മുഖ്യനാകിയ ഈ അക്രൂരൻ ഇപ്പോൾ ഈ ജനങ്ങൾക്ക് വേണ്ടതൊക്കെയും ചെയ്യുമല്ലോ എന്ന് അതുകൊണ്ട് ഭവാൻ ഹസ്തിനപുരത്തെങ്കിൽ ചെന്ന് വൃത്താന്തം അറിഞ്ഞു പോന്നിട വേണം. അങ്ങനെയുള്ള സജ്ജനങ്ങളോട് സ്നേഹവും എല്ലാം ഉള്ള അങ്ങ് ചിറ്റപ്പൻ ഭവാൻ ഹസ്തിനപുരത്തെങ്കിൽ ചെന്ന് അവിടുത്തെ വൃത്താന്തം അറിയണം. കൃഷ്ണൻ പറയുന്നു. അവിടെ ചെന്ന് കൃഷ്ണൻ മാത്രമല്ല ഉദ്ധവരും കൃഷ്ണനും ബലരാമനോട് ചെന്നാണ് ഈ അക്രൂരനെ കണ്ടതും. അക്രൂരനെ നന്നായി സൽക്കരിച്ചിരുത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞ് സ്തുതിച്ചു. ഭഗവാനെ നന്നായി കാര്യങ്ങളെല്ലാം പറഞ്ഞ് കേൾപ്പിച്ചു. അവിടുത്തെ പാദതീർത്ഥം കൊണ്ട് ഈ ലോകം നന്നാവുന്നു, ഈ ലോകം ശുദ്ധീകരിക്കുന്നു, ധർമ്മം രക്ഷിക്കുന്നു, നിങ്ങളുടെ നന്മകളെല്ലാം മറ്റാർക്കാ ഉള്ളത്, അങ്ങയുടെ മായ കൊണ്ട് അങ്ങ് അവതരിച്ചു. ഇതെല്ലാം പറഞ്ഞ് സ്തുതിച്ചു വന്ദിച്ചു. അപ്പോൾ ഭഗവാൻ പറയുന്നു, അങ്ങ് ഇതിനേക്കാളും സജ്ജനങ്ങൾക്കെല്ലാം കൊടുക്കുന്നതല്ലേ ഭഗവാൻ, അതുകൊണ്ട് എന്ത് വേണം? അവിടെ ചെന്ന് പിന്നെ ഭവാൻ ഹസ്തിനപുരത്തിലേക്ക് പോയി അവിടുത്തെ വൃത്താന്തങ്ങളെല്ലാം അറിഞ്ഞ് ഇങ്ങോട്ട് വരണം, തിരിച്ചു വരണം. പാണ്ഡുവാം നൃപൻ, അതായത് അർജുനൻ്റെയൊക്കെ പിന്നെ എന്താ പറയുക, പിതാവാണ് പാണ്ഡു. പാണ്ഡുവാം നൃപൻ മരിച്ചിടുന്നാൾ, അതായത് പിതാവ് മരിച്ചു. ആരുടെ പിതാവ്? അർജുനൻ്റെയും ഭീമൻ്റെയും യുധിഷ്ഠിരൻ്റെയും സഹദേവൻ്റെയും ഭീമൻ്റെയൊക്കെ അവർ 5 പുത്രന്മാരാ. അവരുടെ പിതാവായ പാണ്ഡു നൃപൻ രാജാവ് മരിച്ചിടുന്നാൾ ശിശുക്കളാം പാണ്ഡവന്മാരും മാതാവാകിയ കുന്തിതാനും ഹസ്തിനപുരത്തെങ്കിൽ വാണിയുടെ വൃത്താന്തങ്ങൾ വിസ്താരം സംക്ഷേപമായി അറിഞ്ഞേനല്ലോ പുന. അതായത് കുഞ്ഞുങ്ങൾക്ക്, കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, പാണ്ഡുവായിരിക്കുന്ന നൃപൻ, പാണ്ഡു രാജാവ്, ധൃതരാഷ്ട്രൻ രാജാവാണല്ലോ, അയാൾ അനുജനാണ്. പാണ്ഡുവാണ് മൂത്തത്, ഈ പഞ്ചപാണ്ഡവന്മാരുടെ പിതാവ്. പാണ്ഡു നൃപൻ രാജാവ് മരിച്ച് അന്ന് കുഞ്ഞുങ്ങളായിരുന്നു ഈ 5 പുത്രന്മാരും. ശിശുക്കളാം പാണ്ഡവന്മാരും പാണ്ഡുവിൻ്റെ മക്കളായിരുന്ന പാണ്ഡവന്മാരെന്ന് വിളിക്കുന്നത് 5 പേരെയും കൂടെ ചേർത്ത്. മാതാവാര കുന്തിയാണ്, അത് കൃഷ്ണൻ്റെ അപ്പച്ചിയാണ്, വസുദേവരുടെ പെങ്ങളാണ്. അപ്പം ഈ അക്രൂരൻ്റെയും പെങ്ങളാ, അക്രൂരനും ജ്യേഷ്ഠനാനിനെ വസുദേവരുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വായിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇനി വായിച്ച് ശീലിച്ച് നമുക്ക് കാണാപ്പാടം പറയാൻ പറ്റും. എനിക്ക് അങ്ങനെ വായിച്ച് ശീലമില്ലാത്തതുകൊണ്ടേ കഴിഞ്ഞ വർഷം വായിച്ചതങ്ങ് മറന്നുപോയി. അതുകൊണ്ട് പാണ്ഡുവാം നൃപൻ മരിച്ചപ്പോൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന ശിശുക്കളാണ് ഈ 5 പേരും. ആ പാണ്ഡവന്മാർ, അവരുടെ മാതാവാര കുന്തിതാനും ഹസ്തിനപുരത്തെങ്കിൽ വാണിയുടെ വൃത്താന്തങ്ങൾ വിസ്താരം സംക്ഷേപമായി അറിഞ്ഞനല്ലോ പുന. അവിടേക്കൊന്ന് പോയിരുന്നെങ്കിൽ ഈ കൊച്ചച്ഛനെ അവളോട് ദൗത്യം ഏൽപ്പിക്കുന്ന അവിടെ പോയി അറിഞ്ഞിട്ട് വരണം അവിടുത്തെ വൃത്താന്തം. കാരണം പിതാവില്ലാത്ത കുഞ്ഞുങ്ങളല്ലേ, കുന്തി അപ്പച്ചിയല്ലേ, കൃഷ്ണൻ്റെ ദുഃഖം കാണത്തില്ലേ, അർജുനനും എല്ലാവരും അവിടെ എങ്ങനെ കഴിയുന്ന കുഞ്ഞുങ്ങളല്ലേ, പിതാവ് മരിച്ചും പോയി. ദുഷ്ടനായ കണ്ണുകാണാമത്തെ ധൃതരാഷ്ട്രമാണെങ്കിൽ ഈ കുട്ടികളെ നോക്കത്തുമില്ല. അതുകൊണ്ട് ഭഗവാനൊരു വിഷമം, അവിടെ പോയി വൃത്താന്തങ്ങളെ അറിഞ്ഞിട്ട് വരണം പുന, അറിഞ്ഞാനല്ലോ പുന. ദുഷ്ടനാം ദുര്യോധനൻ ഇഷ്ടമായി കൊണ്ടാടുന്ന, അതായത് ദുഷ്ടനാം സുയോധനൻ, അതായത് ധൃതരാഷ്ട്രയുടെ മകൻ ദുര്യോധനൊക്കെ ദുഷ്ടന്മാരാണ്. ദുഷ്ടനാ സുയോധനൻ ഇഷ്ടമായി കൊണ്ടാടുന്ന ദൃഷ്ടിഹീനനാം വൃദ്ധൻ ധൃതരാഷ്ട്രനും പാർത്താൽ പാണ്ഡുതൻ പുത്രന്മാരെ സ്വാത്മജന്മാരെ പോലെ നിർണയം പാലിക്കുകയുമില്ലവ അവയെല്ലാം. കാരണം അവിടെ ആ പാണ്ഡു മരിച്ചതിന് ശേഷം ആരാ? ധൃതരാഷ്ട്ര കണ്ണ് കാണാൻ വയ്യാത്ത അന്ധനായിരിക്കുന്ന ധൃതരാഷ്ട്രമാണ് അവിടെ രാജാവ്. അതുകൊണ്ട് ദുഷ്ടനാ സുയോധന വെച്ചാൽ ദുര്യോധനാണെന്ന് തോന്നുന്നു. അവൻ എന്താണ് ഇഷ്ടമായി കൊണ്ടാടുന്ന ദൃഷ്ടിഹീനന, കണ്ണ് കാണാമയത്തതാണ് പിതാവ് ധൃതരാഷ്ട്രര്. അതിനെ ആര് കൊണ്ടാടുന്നു? ദുര്യോധനൻ. അവരെ കണ്ണ് കാണാമയത്തവൻ്റെ മക്കളെല്ലാം വെറും കണ്ണ് കാണാമയത്തവർ തന്നെ അന്ധന്മാരാണ്. കാരണം ഗുണമില്ല, പ്രകാശമില്ല, അത്രമാത്രം ഹീനന്മാരാണ്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് ദുഷ്ടനായിരിക്കുന്ന ഈ ദുര്യോധനാദികൾക്കൊക്കെ ഇഷ്ടമായി കൊണ്ടാടുന്ന ഈ തന്തയെ, ഈ ധൃതരാഷ്ട്രരെ, ദൃഷ്ടിഹീന കണ്ണ് കാണാമയത്തെ വൃദ്ധനായിരിക്കുന്ന ഈ ധൃതരാഷ്ട്രരെ, അത് അവരുടെ അച്ഛനെ ഓർത്താൽ, അത് പാർത്താൽ പാണ്ഡുതൻ പുത്രന്മാരെ, ഈ 5 മക്കളെയും സ്വാത്മജന്മാരെ പോലെ, സ്വന്തം മക്കളെ പോലെ, അത് ധൃതരാഷ്ട്രരെ മക്കളെ പോലെ നിർണയം പാലിക്കുകയും അവൻ അവയെല്ലാം. അതായത് ചിറ്റപ്പൻ രാജാവാണ്, പാണ്ഡു മരിച്ചുപോയി, 5 കുഞ്ഞുങ്ങൾക്കും കുഞ്ഞുങ്ങളാണ്. കുന്തിയും, അതായത്
പാണ്ഡുവിൻ്റെ ഭാര്യ, അവരെ ഒന്നും ഈ കണ്ണുകാണാമയത്തെ ദുഷ്ടനായിരിക്കുന്ന ഈ പിതാവായ ധൃതരാഷ്ട്രർ അവരെ പാലിക്കുന്നില്ല, കുഞ്ഞുങ്ങളെ നോക്കുന്നില്ല. അനിയൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളല്ലേ, ദുര്യോധനാദികൾ 101 പേരോ എങ്ങാണ്ട് അയാൾക്കുള്ള മക്കളാണ്. അയാൾക്കുള്ള മക്കളെന്നുള്ള ചിന്തയേ ഉള്ളൂ. നിസ്വാർത്ഥമായ സ്നേഹമില്ല. അത് സ്വാർത്ഥപരമായി പാണ്ഡുവിൻ്റെ മക്കളെ രക്ഷിക്കണമെന്നോ നോക്കണമെന്നോ ഒന്നും ഈ രാജാവിനില്ല, കണ്ണുകാണാമയത്തെ ധൃതരാഷ്ട്രർക്കില്ല. അതുകൊണ്ട് ഭഗവാന് വിഷമം കൃഷ്ണന്. പാണ്ഡുപുത്രന്മാരെ ആത്മജന്മാരെ പോലെ, ധൃതരാഷ്ട്ര മക്കളെ പോലെ നിർണയം പാലിക്കുകയുമില്ല. സ്വന്തം മക്കളെ പോലെ കാണുന്നില്ല. അവർ വേദനയും വിഷമിച്ചും പട്ടിണിയാണെങ്കിൽ ഒന്നുകൊണ്ടും അവരെ നോക്കാൻ ആളില്ലല്ലോ. അതുകൊണ്ട് കൃഷ്ണന് വിഷമം. അതുകൊണ്ടാണ് ഇവിടെ അക്രൂരന് ഈ ദൗത്യം കൊടുക്കുന്നത്. നമുക്കിത് ഇത്രയോട് നിർത്താം മക്കളെ, നമുക്ക് ഇതിൻ്റെ അടുത്ത പ്രാവശ്യം വായിക്കാം. എനിക്കും ഇതങ്ങനെ അറിയില്ല. ഞാൻ അന്നും ഇതുപോലെ കൊത്തിയും കുറിച്ചൊക്കെ പറഞ്ഞതാണ്. ഞാനിതൊന്നും അങ്ങനെ വായിച്ച് ശീലിച്ചിട്ടില്ലല്ലോ. ഇനി ഇതൊക്കെ നോക്കി കണ്ടങ്ങ് പറയുന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഒത്തിരിട്ടൊക്കെ അങ്ങ് വായിച്ച് നമ്മൾ മനസ്സിലിരിക്കും. അതിനെനിക്ക് സമയമൊന്നുമില്ല. അന്നോട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ഇടുവല്ലേ, ഇട്ടതിൻ്റെ പിന്നെ ബാക്കി അങ്ങോട്ടും ഇടുന്നു, പിന്നെ മുടങ്ങാതെ ഇങ്ങനെ ഇടുന്നു, ഇങ്ങനെ അങ്ങ് നടക്കുന്നു. പിന്നെ എൻ്റെ വീട്ടുകാര്യങ്ങളും ഒക്കെ വയ്യാത്തതൊക്കെ അല്ലയോ. അതുകൊണ്ട് എന്നും നമ്മളിതൊക്കെ വായിച്ച ഒരു 5-6 വായിച്ചാൽ പലതവണ മനസ്സിലിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.